നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ജൂലൈ 1 മുതൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പരിണാമത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തുകയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് രൂപം കൊടുത്ത 200 വർഷം പഴക്കമുള്ള നിയമങ്ങളാണ് ഇനി മാറ്റപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം CGS അതിൽ വരുന്ന പ്രധാന നിയമങ്ങളാണ് 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം, 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട്, 1973 ക്രിമിനൽ നടപടി ചട്ടങ്ങൾ എന്നിവ. ഇവയ്ക്ക് പകരമായി ഇനി വരുവാൻ പോകുന്നത് BNS, അതായത് ഭാരതീയ ന്യായ സംഹിത 2023, BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, BSA ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ്. ഈ പുതിയ നിയമങ്ങളിൽ ശിക്ഷയേക്കാൾ നീതിക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. ഇന്ത്യൻ ജനസംഖ്യയുടെ മേൽ നിയന്ത്രണം ശക്തിപ്പെടുത്തുന്ന തരത്തിൽ കുറ്റവും ശിക്ഷയും എന്ന തരത്തിലുള്ള ബ്രിട്ടീഷ് കൊളോണിയൽ നിയമങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇനി വരുവാൻ പോകുന്ന നിയമങ്ങൾ. സുതാര്യതയും കാര്യക്ഷമതയുമാണ് പുതിയ നിയമങ്ങൾ അവകാശപ്പെടുന്നത്. ഒരു സാമൂഹിക സേവനം എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഓരോ നടപടിക്രമങ്ങൾക്കും സമയപരിധി നിശ്ചയിക്കുക, അന്വേഷണ പുരോഗതി പരാതിക്കാരെ കൃത്യമായി അറിയിക്കുക, തിരച്ചിൽ, പിടിച്ചെടുക്കൽ എന്നിവയുടെ വീഡിയോ ചിത്രീകരണം നിർബന്ധമാക്കുക, ഇലക്ട്രോണിക് FIR, വിചാരണ എന്നിവ നടപ്പിലാക്കുക തുടങ്ങിയവ പുതിയ രീതിയിൽ ഉൾപ്പെടുന്നു. ഇരകൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന തരത്തിലാണെങ്കിലും ഇതിനെയും ദുരുപയോഗം ചെയ്യപ്പെടുവാനുള്ള അവസരം ഉണ്ടാകുമോ എന്നത് വരും കാലങ്ങളിൽ വ്യക്തമാക്കപ്പെടും. പുതിയ നിയമങ്ങൾ നിലവിൽ വരുന്നത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാനായി രാജ്യത്തിലെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരം ആദ്യം പൗരന്മാർ, അവരുടെ അന്തസ്സ്, നീതി എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നു എന്നാണ് പുതിയ മുദ്രാവാക്യം. പൂർണ്ണമായും ഡിജിറ്റലൈസേഷൻ എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിലൂടെ അന്വേഷണത്തിലും വിചാരണയിലും സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുകയാണ്. CCTNS ക്രൈം ആൻഡ് ക്രിമിനൽസ് ട്രാക്കിംഗ് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ് എന്ന സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായിട്ടായിരിക്കും ഈ പുതിയ നിയമങ്ങൾ നിയന്ത്രിക്കപ്പെടുക. NCRB സങ്കലൻ, സാക്ഷ്യ, ന്യായ് ശ്രുതി, സമ്മൺ തുടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷനുകളിലും നിരവധി ഭേദഗതികൾ വരുത്തി കഴിഞ്ഞു. CCTNS സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ പോലീസ് സ്റ്റേഷനുകൾ, ഫോറൻസിക്, പ്രോസിക്യൂഷൻ, കോടതി, ജയിൽ ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെടുകയും ക്രൈം സീനിലെ വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്യും. ഇക്കഴിഞ്ഞ മാർച്ചിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB സങ്കലൻ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരുന്നു. ഇതിലൂടെ BNS, BNSS, BSA തുടങ്ങിയ നിയമങ്ങൾ ക്രോഡീകരിച്ച് പ്രായോഗികമാക്കുവാൻ കഴിയുമെന്നാണ് പറയുന്നത്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ NIC വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് സാക്ഷ്യ, ന്യായ് ശ്രുതി, സമ്മൺ. സാക്ഷ്യയിലൂടെ വീഡിയോ റെക്കോർഡിംഗ്, ഫോറൻസിക് തെളിവുകൾ എന്നിവ രേഖപ്പെടുത്തുവാൻ സാധിക്കും. ജുഡീഷ്യൽ ഹിയറിംഗിനായി ന്യായ് ശ്രുതിയും കോടതി ഉത്തരവുകൾക്കായി സമ്മണും ഉപയോഗപ്പെടുത്തും. രാജ്യത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഈ സംവിധാനത്തിലൂടെ കേന്ദ്രീകൃതമായി നിയന്ത്രിക്കപ്പെടുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പുതിയ നിയമങ്ങളിൽ പല പോരായ്മകളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഒരേ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് പല വിധത്തിലുള്ള ശിക്ഷകൾ, പിഴത്തുക, തടവ് എന്നിവയിലെ വ്യത്യാസങ്ങൾ തുടങ്ങിയവയെ പറ്റി ചർച്ചകളും നടക്കുന്നുണ്ട്. ഗൗരവകരമായ കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ ശിക്ഷ ലഭിക്കുന്നതിനെ പറ്റിയും വ്യക്തത വരേണ്ടതുണ്ട്. ശിക്ഷകളുടെ കൂട്ടത്തിൽ നിർബന്ധിത സാമൂഹ്യ സേവനം എന്നത് ഏതു തരത്തിലായിരിക്കും എന്നത് വരും നാളുകളിൽ മാത്രമേ പ്രകടമായി കാണുവാൻ സാധിക്കുകയുള്ളൂ. പുതിയ വകുപ്പുകൾ പ്രകാരം ചുമത്തപ്പെടുന്ന കേസുകളിൽ ക്രിമിനൽ നടപടികൾ നേരിടുന്നവർക്ക് പുതിയ നിയമങ്ങളിലെ കോടതി വ്യാഖ്യാനം എങ്ങനെയായിരിക്കും എന്നതിനെപ്പറ്റി ഇപ്പോഴത്തെ അവസ്ഥയിൽ വ്യക്തത ഉണ്ടാവുകയില്ല. പഴയ നിയമത്തിലെ പലതും അതുപോലെയും ചിലതിന് കർശന ശിക്ഷകളും ചിലതിന് ശിക്ഷ ലഘൂകരണവും കാണാവുന്നതാണ്. നിയമവിദഗ്ധരും പ്രതിപക്ഷവും ഇതിനെ ശക്തമായി എതിർക്കുന്നുമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കപ്പെടണം എന്നത് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ആവശ്യം തന്നെയാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന തത്വം ഊട്ടിയുറപ്പിക്കപ്പെടേണ്ടതാണ്. ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടി ചേരുന്നതോടെ നിയമപരിപാലനം കൂടുതൽ സുതാര്യമായി നടക്കും എന്നൊരു പ്രതീക്ഷ വയ്ക്കാം. എന്തായാലും ഈ പുതിയ നിയമങ്ങളുടെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വരും കാലത്ത് തെളിയിക്കപ്പെടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക. നന്ദി, നമസ്കാരം.